പോലെ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന് വചനം ഞാൻ എഴുതി, ബൈബിൾ ഞാൻ വായിച്ച്. ബൈബിൾ ഞാൻ അങ്ങനെ വായിക്കത്തില്ല, പണ്ടൊക്കെ വായിക്കുമായിരുന്നു, ഏതോ കഥാപുസ്തകമൊക്കെ വായിക്കുന്ന കണക്ക്. പക്ഷേ ഞാൻ ഇഷ്ടത്തോടെ ഞാൻ വായിക്കാൻ തുടങ്ങി. ഈശോ എന്നോട് സംസാരിക്കുകയാണെന്ന് തന്നെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ എൻ്റെ കൂടെ കൃപാസനത്തിൽ വന്ന ആ കൊച്ചുമായിട്ടാണ് ഞാൻ എല്ലാ കാരുണ്യപ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഓരോ കാര്യങ്ങളും ഈശോയെക്കുറിച്ച് അങ്ങോട്ടുകൂടി സംസാരിക്കാൻ തുടങ്ങി, സാക്ഷ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അവളോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, പഠിക്കണ്ട, നമുക്ക് നല്ലതുപോലെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാം, കാരണം എല്ലാവരും തോക്കുവാണ്. എനിക്ക് പഠിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വയ്യ, കാരണം എനിക്ക് ഇത്തവണ തന്നെ എനിക്ക് ക്ലിയർ ആവണം, ഞാനൊരു വേസ്റ്റ് അല്ലാന്ന് എനിക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു. അങ്ങനെ ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി നല്ലൊരു പ്രാർത്ഥിച്ച് ഞാൻ വചനം എടുക്കുമ്പോൾ എനിക്ക് 7 എന്നൊരു ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ജനുവരി 7 എടുക്കാം, അതൊരു ചൊവ്വാഴ്ചയാണ്. കാരണം ചൊവ്വാഴ്ചയ്ക്ക് ഒത്തിരി പ്രത്യേകതയാണ് എൻ്റെ ജീവിതത്തിൽ. എല്ലാവരും ഒരു ബാഡ് ഡേ ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ചൊവ്വാഴ്ചയാണ് ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തത്. ഈ 62,000 രൂപ ഫീസ് അടച്ച് കഴിയുമ്പോൾ നമുക്കൊരു കൺഫർമേഷൻ മെയിൽ വരും. നമുക്കിനകത്ത് 2 വൗച്ചറാണുള്ളത്. ഈ ഓരോ വൗച്ചർ ഉപയോഗിച്ചാണ് ഓരോ ചാൻസ്. എനിക്ക് മാത്രം മെയിൽ വരുന്നില്ല, ഞാൻ എത്ര നോക്കിയിട്ടും എനിക്ക് മെയിൽ വരുന്നില്ല. ബാക്കി എല്ലാവരും മെയിൽ വന്നു, ഡേറ്റ് എടുത്തു. ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുക. അങ്ങനെ ഞാൻ എന്താ ഈശോ എനിക്ക് എല്ലാത്തിലും തടസ്സം, ഇനി എൻ്റെ വീട്ടിലെല്ലാം പറഞ്ഞ് നിനക്ക് PSC ആണോ എനിക്ക് തന്നേക്കുന്നത്. അങ്ങനെ ഞാൻ വിഷമിച്ച് ഒരു ദിവസം ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ധ്യാനം കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് മെയിൽ വന്നു. അങ്ങനെ ഞാൻ വീണ്ടും പ്രാർത്ഥനയിൽ തന്നെ ആയി. വീട്ടിൽ ഞാൻ ഇങ്ങനെ എല്ലാ ആഴ്ചയും കെയർ ഹോമിൽ പോകുമ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്തിനാ എല്ലാ ആഴ്ചയും പോകുന്നത്, വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരെ. ഞാൻ പറഞ്ഞു, എൻ്റെ ഫാമിലിയിൽ തന്നെ ഉടമ്പടി എടുത്ത ഒരാൾ ഞാനാണെന്ന് തോന്നുന്നു, മീൻസ് ഫുൾ ഫാമിലി എടുക്കുവാണെങ്കിൽ. ഞാൻ പറഞ്ഞു, എല്ലാവരും പ്രാർത്ഥിക്കും, പക്ഷേ ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുന്ന പോലെ ആവില്ല. എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ ആരുമില്ല. എനിക്ക് വേണ്ടി ഞാനല്ലാതെ പിന്നെ ആരാ ഉടമ്പടി എടുക്കുന്ന. എനിക്ക് പോകണം, കാരണം ഇതിൻ്റെ അവസാനത്തെയാ. ഞാനൊരു വേസ്റ്റ് അല്ലാന്ന് എനിക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു. അങ്ങനെ ജനുവരി 1-ാം തീയതി തൊട്ട് ഞാൻ ഡേറ്റ് എടുക്കാൻ നോക്കുക, ജനുവരി 7. പക്ഷേ എനിക്ക് കിട്ടുന്നില്ല, കാരണം അമേരിക്കയിൽ നിന്നാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. എക്സാം എടുത്ത് പിറ്റേന്ന് തന്നെ റിസൾട്ട് വരും, വലിയ താമസമൊന്നുമില്ല. ഇതിനിടയ്ക്ക് തന്നെ ബാക്കിയുള്ളൊരു പരീക്ഷ എഴുതി, എല്ലാവരും തോറ്റ്. അങ്ങനെ ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ജനുവരി ഒരു 15 ആയപ്പം ഡേറ്റ് അവർ ലിസ്റ്റ് ചെയ്യും, ജനുവരി 20 തൊട്ട് എക്സാം ഉണ്ടെന്ന്. ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ജനുവരി 24 എന്നുള്ള എനിക്ക് എപ്പോഴും 24-ാം അധ്യായം എനിക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ ഉറപ്പിച്ചു, എനിക്ക് ആ എക്സാമാണ്, എനിക്ക് അതാണ് ഡേറ്റ് എന്ന്. അങ്ങനെ ഞാൻ ആ എക്സാമിന് ഡേറ്റ് എടുത്തു. അതിനിടയ്ക്ക് തന്നെ ഒരു ദിവസം ഞാൻ പത്രം കൊടുക്കുകയാണ്. ഇതെൻ്റെ ഈശോയാണ്, ഈ ഈശോയും മാതാവും എന്ത് ചോദിച്ചാലും തരുമെന്ന് തന്നെ ഒരു നാണക്കേടുമില്ല